ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്വിസ് ക്യാമറ വേറൊരു അക്കൗണ്ടിലേക്ക് എങ്ങനെ ഷെയർ ചെയ്യാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇസ്വിസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇസ്വിസ് ആപ്ലിക്കേഷൻ ഫൈൻഡ് ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇസ്വിസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ അകത്ത് താഴെയായിട്ട് കാണുന്ന ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ഓപ്ഷൻ. ആ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ഓപ്ഷനിൽ നമുക്ക് പുതിയ ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റർ ചെയ്യാൻ കഴിയും. അതിനാദ്യം ഒരു യൂസർ നെയിം അവിടെ കൊടുക്കാം. നമ്മൾ ഏത് റീജിയനാണോ ക്യാമറ ഓൾറെഡി രജിസ്റ്റർ ചെയ്തേക്കുന്നത് ആ സെയിം റീജിയൻ തന്നെ ആയിരിക്കണം പുതിയ അക്കൗണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതൊരു പുതിയ ഇമെയിൽ ഐ ഡി നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. സെക്കൻഡ് ഇമെയിൽ ഐ ഡി നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് ഇമെയിൽ ഐ ഡിയിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് ആ ഇമെയിൽ ഐ ഡി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലൈസൻസ് എഗ്രിമെന്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്ത് അത് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മളങ്ങനെ പുതിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസും മറ്റും എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ അക്കൗണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ പുതിയ അക്കൗണ്ട് അങ്ങനെ രജിസ്റ്റർ ആയിട്ടാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഫിംഗർ പ്രിൻറ്റ് കൺഫർമേഷൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ചോദിക്കുന്നത്. അത് ഇനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണ ഈ ആപ്ലിക്കേഷൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഫിംഗർ മാൻഡേറ്ററി ആയിരിക്കും. അത് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുതിയ അക്കൗണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി അതിനുശേഷം നമ്മുടെ ഓൾഡ് അക്കൗണ്ടിലാണ് പോകേണ്ടത്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഫോണിൻ്റെ അകത്ത് ചെല്ലാം. ഇസ്വിസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇസ്വിസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ബട്ടണിൽ നമുക്കൊരു ഓപ്ഷൻ കാണാൻ കഴിയും, ഫാമിലി ആൻഡ് ഗസ്റ്റസ്. ഫാമിലി ആൻഡ് ഗസ്റ്റസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നത് കാണാൻ പറ്റും, പുതിയൊരു ഇമെയിൽ ഐ ഡി കൊടുക്കാൻ. അവിടെ ഏത് ഇമെയിൽ ഐ ഡിയാണ് കൊടുക്കുന്നത് ആ ഇമെയിൽ ഐ ഡിക്ക് വഴി രജിസ്റ്റർ ചെയ്തേക്കുന്ന വേറൊരു ഫോൺ അതല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷനിൽ വ്യൂ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും എല്ലാ ഓപ്ഷനും കഴിയും. അത് നമുക്ക് പ്രൈമറി അക്കൗണ്ടായ ഈ അക്കൗണ്ടിൽ നിന്ന് തന്നെ മാനേജ് ചെയ്യാനും കഴിയും. നമ്മൾ ആ ഇമെയിൽ ഐ ഡി അടിക്കുന്നു. ഇമെയിൽ ഐ ഡി അടിച്ച് കണ്ടിന്യൂ പ്രസ് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഈ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ക്യാമറ. ആ ക്യാമറ സെലക്ട് ചെയ്യുക. ആ ക്യാമറ സെലക്ട് ചെയ്തതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ആഡ് ഷെയറിംഗിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് പെർമിഷൻസ് സെറ്റ് ചെയ്യാൻ കഴിയും. ഏതൊക്കെ പെർമിഷനാണ് വേണ്ടത് ആ പെർമിഷൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ലൈവ് വ്യൂ എന്ന് പറഞ്ഞാൽ ലൈവ് വ്യൂ ഓപ്ഷൻ മാത്രമാണ്. അതായത് മറ്റു ക്യാമറയിൽ ജസ്റ്റ് വ്യൂ മാത്രം ഓപ്ഷൻ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതുണ്ടാവും. പ്ലേ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് റെക്കോർഡ് ചെയ്ത ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓഡിയോ 2-way ഓഡിയോ ഓൾറെഡി ഉള്ള ക്യാമറ ആയതുകൊണ്ട് നമുക്ക് സംസാരിക്കുന്നതിന് ആ ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. പാൻ ടിൽറ്റ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ പാൻ ടിൽറ്റ് ഓപ്ഷനും ഇനേബിൾ ചെയ്ത് കൊടുക്കാൻ കഴിയും.
അത് ഓൾറെഡി ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ഫോണിലെ ആപ്ലിക്കേഷൻ ക്വിറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നമുക്കൊരു പുതിയ ക്യാമറ ഷെയർ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ ക്യാമറ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ആ ഡിവൈസ് ആക്സെപ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് എന്നുള്ള ഒരു ഓപ്ഷനാണ് ആക്ടിവേറ്റ് ആവുന്നത്. നമ്മുടെ വീഡിയോ എൻക്രിപ്റ്റഡ് ആയിരിക്കും. ആ വീഡിയോ ഡീക്രിപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അൺലോക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അൺലോക്ക് കീ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ മെയിലായിട്ടോ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ്, ക്യാമറയുടെ ബാക്ക് സൈഡിൽ കാണുന്ന ഡയറക്റ്റ് വെരിഫിക്കേഷൻ കോഡോ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. ഇവിടെ ഡയറക്റ്റ് വെരിഫിക്കേഷൻ കോഡാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. നമുക്ക് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ വ്യൂ ചെയ്യുന്നതായിട്ട് കാണാം. ഈ ഇനേബിൾ ചെയ്ത ഓപ്ഷൻസ് നമുക്ക് പ്രൈമറി അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും കഴിയും. നമ്മൾ വേറൊരാൾക്ക് ക്യാമറ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്യാമറ ആർക്കൊക്കെയാണ് ഷെയർ ചെയ്ത് കൊടുത്തത് അവരെ നമുക്ക് പ്രൈമറി അക്കൗണ്ടിൽ നിന്ന് മാനേജ് ചെയ്യാനും കഴിയും. ഡിലീറ്റ് ചെയ്യാനോ അതേപോലെ പെർമിഷൻ ചേഞ്ച് ചെയ്യാനോ മറ്റു കാര്യങ്ങൾ ഓപ്ഷൻസും അവൈലബിൾ ആണ്. Thank you for watching this video. If you like the video, please share and subscribe and click the like button.